അമേരിക്കയുടെ ശക്തവും വിപുലവുമായ സൈനിക നീക്കത്തിന്റെ സമ്മർദ്ദവും ട്രംപിന്റെ ഭീഷണികളും നിലനിൽക്കുന്നതിനിടെ ഇറാനും അമേരിക്കയും മൂന്നാം വട്ട ആണവ ചർച്ചകൾക്ക് തയ്യാറെടുക്കുകയാണ്. ജനീവയിൽ തന്നെയായിരിക്കും വ്യാഴാഴ്ച മൂന്നാം റൗണ്ട് ചർച്ചകൾ നടക്കുക. ഏത് നിമിഷവും ഇറാനിൽ അമേരിക്കൻ ആക്രമണം ഉണ്ടായേക്കുമെന്ന അതിശക്തമായ ആശങ്ക നിലനിൽക്കുന്നതിനിടെ തന്നെയാണ് ചർച്ചയ്ക്ക് കളമൊരുങ്ങുന്നത് എന്നതാണ് ശ്രദ്ധേയം. ഒമാന്റെ മധ്യസ്ഥതയിലാണ് ചർച്ചകൾ നടക്കുന്നത്. അതേസമയം അമേരിക്കയുടെ ഒരു സമ്മർദ്ദത്തിന് മുന്നിലും തല കുനിക്കില്ല എന്ന് ഇറാൻ ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനിടെ ഇറാനെതിരായ സൈനിക നടപടി അമേരിക്കയ്ക്ക് തിരിച്ചടിയായേക്കുമെന്ന മുന്നറിയിപ്പുമായി പെന്റഗൺ രംഗത്തെത്തിയിട്ടുണ്ട്. ഇറാനെ സൈനികപരമായി നേരിട്ടാൽ അപ്രതീക്ഷിത നഷ്ടങ്ങളും വലിയ തിരിച്ചടിയും ഉണ്ടാകുമെന്നാണ് ട്രംപിന് പെന്റഗൺ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. യുഎസിനും സഖ്യകക്ഷികൾക്കും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നും അമേരിക്കയുടെ ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫ് ജനറൽ ഡാൻ കെയ്ൻ മുന്നറിയിപ്പ് നൽകിയെന്ന് വിവിധ യുഎസ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. എന്നാൽ ഇറാനെതിരായ സൈനിക നടപടിയോട് ഡാൻ കെയ്ന് ഉൾപ്പെടെയുള്ളവർക്ക് വിയോജിപ്പുണ്ട് എന്ന വാർത്ത അടിസ്ഥാനരഹിതമാണ് എന്നാണ് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണം. സൈനിക നടപടി തീരുമാനിക്കേണ്ടത് താൻ മാത്രമാണ് എന്നും ആണവ കരാർ ഉണ്ടായില്ലെങ്കിൽ അത് ഇറാനെ സംബന്ധിച്ച് ഏറ്റവും മോശം ദിനമായിരിക്കുമെന്ന മുന്നറിയിപ്പും ട്രംപ് നൽകിയിട്ടുണ്ട്. വ്യാഴാഴ്ച ഒമാൻ മധ്യസ്ഥതയിൽ നടക്കുന്ന ചർച്ചയിൽ ആണവ കരാർ സംബന്ധിച്ച് കൃത്യമായ കരട് നിർദ്ദേശം ഇറാൻ കൈമാറുമെന്നാണ് വിവരം. യുറേനിയം സമ്പുഷ്ടീകരണ തോത് കുറയ്ക്കാനും അന്താരാഷ്ട്ര ആണവോർജ്ജ സമിതിയുടെ പൂർണ്ണ നിരീക്ഷണം ഉറപ്പാക്കാനും ഇറാൻ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട് എന്നാണ് വിവരം. ആണവായുധ നിർമ്മാണം നടത്തില്ല എന്ന രേഖാമൂലം ഉറപ്പ് നൽകാനും ടെഹ്റാൻ തയ്യാറാകും. സാമ്പത്തിക ഉപരോധങ്ങൾ പിൻവലിക്കുകയും സമാധാനപരമായ ആണവ സമ്പുഷ്ടീകരണത്തിനുള്ള തങ്ങളുടെ ആവശ്യം അംഗീകരിക്കുകയും ചെയ്താൽ കരാറിലെത്താമെന്നാണ് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ പറഞ്ഞത്. ഇറാന്റെ ആവശ്യങ്ങൾ അംഗീകരിച്ചാൽ കരാറിലെത്താൻ വിട്ടുവീഴ്ചയാകാമെന്നാണ് പെസഷ്കിയാന്റെ നിലപാട്. മുൻപ് നടന്ന ചർച്ചകളിൽ പ്രോത്സാഹജനകമായ സൂചനകൾ നൽകിയതായും പെസഷ്കിയാൻ അവകാശപ്പെടുന്നുണ്ട്. ചർച്ച ശുഭകരമായി അവസാനിക്കുമെന്നും അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഇതുകൊണ്ട് മാത്രം ആയില്ല എന്നാണ് യുഎസിന്റെ നിലപാട്. യുറേനിയം സമ്പുഷ്ടീകരണം പൂർണ്ണമായും നിർത്തുക, സമ്പുഷ്ടീകരിച്ച യുറേനിയം മൂന്നാം രാജ്യത്തേക്ക് മാറ്റാൻ തയ്യാറാവുക എന്നിവയാണ് അമേരിക്ക ആഗ്രഹിക്കുന്നത്. ഇതിനോട് യോജിപ്പില്ല എന്നും ആക്രമിച്ചാൽ മേഖലാ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്നും ഇറാൻ വിദേശകാര്യ മന്ത്രാലയവും വ്യക്തമാക്കി. അതിനിടെ ഏറ്റവും പുതിയ ഒരു നിർണായക വാർത്ത എന്ന നിലയിൽ പങ്കുവയ്ക്കാനുള്ളത് ഇറാനിലുള്ള ഇന്ത്യക്കാരോട് എത്രയും വേഗം രാജ്യം വിട്ട് നാട്ടിലെത്താൻ ഇന്ത്യ ആവശ്യപ്പെട്ടിരിക്കുന്നു എന്നതാണ്. പാസ്പോർട്ട്, ID കാർഡ് ഉൾപ്പെടെ എല്ലാ രേഖകളും എപ്പോഴും കൈവശം സൂക്ഷിക്കാനും ഇന്ത്യ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇറാനിൽ ഏത് നിമിഷവും അമേരിക്കൻ ആക്രമണം ഉണ്ടായേക്കാം എന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇത്. വിദ്യാർത്ഥികൾ, തീർത്ഥാടകർ, വ്യവസായികൾ, വിനോദസഞ്ചാരികൾ തുടങ്ങി ഇറാനിലുള്ള എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും ഈ മുന്നറിയിപ്പ് ബാധകമാണ് എന്നും എംബസി അറിയിച്ചിട്ടുണ്ട്. അടിയന്തര സാഹചര്യത്തിന് ബന്ധപ്പെടേണ്ട നമ്പറുകളും ഇമെയിൽ വിലാസവും പങ്കുവച്ചിട്ടുമുണ്ട്. പ്രധാനമായും 5 നിർദ്ദേശങ്ങളാണ് പൗരന്മാർക്ക് ഇന്ത്യൻ എംബസി നൽകിയിട്ടുള്ളത്. 1. ഇറാനിൽ നിന്ന് ഉടൻ പുറത്തു കടക്കുക. 2. പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് പരമാവധി അകന്നു നിൽക്കുക. കാരണം പ്രക്ഷോഭങ്ങൾ അരങ്ങേറുന്ന സ്ഥലങ്ങളിൽ വെടിവെപ്പുണ്ടാകാൻ സാധ്യതയുണ്ട്. അവിടങ്ങളിൽ എത്തിയാൽ ജീവഹാനി ഉണ്ടാകാൻ സാധ്യതയേറെയാണ്. പ്രാദേശിക മാധ്യമങ്ങൾ വഴിയുള്ള വാർത്തകൾ ശ്രദ്ധിക്കുകയും ഇന്ത്യൻ എംബസിയുമായി നിരന്തരം സമ്പർക്കം പുലർത്തണമെന്നും ഒപ്പം പാസ്പോർട്ട്, ID കാർഡുകൾ ഉൾപ്പെടെയുള്ള യാത്രാരേഖകൾ എപ്പോഴും കൈവശം വയ്ക്കാനും എംബസി നിർദ്ദേശിച്ചിട്ടുണ്ട്. അതായത് അടിയന്തര യാത്രയ്ക്ക് ഏത് നിമിഷവും സജ്ജരായിരിക്കണമെന്ന് അർത്ഥം. ഇറാനിലുള്ള ഇന്ത്യൻ പൗരന്മാർ എംബസിയിൽ പേരുവിവരങ്ങൾ രജിസ്റ്റർ ചെയ്യാനും നിർദ്ദേശമുണ്ട്. അടിയന്തര സഹായത്തിന് വിവിധ ഫോൺ നമ്പറുകളും മെയിൽ IDയും നൽകിയിട്ടുണ്ട്. ഈ സ്ക്രീനിൽ കാണുന്ന ഇമെയിൽ വിലാസത്തിലോ ഫോൺ നമ്പറിലോ ബന്ധപ്പെടാനാണ് ഇറാനിലുള്ളവർക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഇറാനിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ കൂടിയാണ് ഇന്ത്യൻ എംബസി തങ്ങളുടെ പൗരന്മാർക്ക് അടിയന്തര നിർദ്ദേശം നൽകിയത്. ടെഹ്റാൻ ഉൾപ്പെടെയുള്ള നഗരങ്ങളിലെ സർവകലാശാലകളിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നത്. ഖമനയ്ക്കെതിരെ കടുത്ത ഭാഷയിലുള്ള മുദ്രാവാക്യങ്ങളടക്കം ഉയർത്തിയാണ് വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങിയിട്ടുള്ളത്. ഇത്തരം സാഹചര്യങ്ങളിൽ പ്രക്ഷോഭം അതിരുകടക്കുമോ എന്ന ആശങ്ക ഇന്ത്യൻ എംബസിക്കുണ്ട്. അതുകൊണ്ടാണ് ഇന്ത്യക്കാരോട് ഇറാൻ വിടാൻ തയ്യാറായിരിക്കാൻ ആവശ്യപ്പെട്ടത്. അതേസമയം ഇറാനെതിരെ കൂടുതൽ സമ്മർദ്ദവും ഭീഷണിയും അമേരിക്കയുടെ ഭാഗത്തു നിന്ന് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും പശ്ചിമേഷ്യൻ മേഖലയിലെ സൈനിക വിന്യാസം അമേരിക്ക ശക്തമാക്കി തുടരുന്നുണ്ട്. ഡസൻ കണക്കിന് യുദ്ധവിമാനങ്ങളാണ് മേഖലയിൽ വിന്യസിക്കുന്നത്. അതോടൊപ്പം ആയിരക്കണക്കിന് സൈനികരെയും നിയോഗിച്ചിട്ടുണ്ട്. ഒരു വിമാനവാഹിനി കപ്പൽ 3 ആഴ്ചയിലധികമായി മിഡിൽ ഈസ്റ്റിൽ നങ്കൂരമിട്ടിരിക്കുകയാണ്. മറ്റൊന്ന് ഇസ്രായേൽ തീരത്തും നങ്കൂരമിട്ടിട്ടുണ്ട്.
ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലായ ജെറാൾഡ് ആർ ഫോർഡ് ഇപ്പോൾ മെഡിറ്ററേനിയൻ കടലിൽ എത്തിയിട്ടുണ്ട്. ഒരാഴ്ച കൂടി കഴിയുന്നതോടെ ഇതും പശ്ചിമേഷ്യൻ മേഖലയിലേക്ക് പ്രവേശിക്കും. ഇതോടെ 2003 ഇറാഖിൽ നടത്തിയ അധിനിവേശത്തിനേക്കാൾ വലിയ സൈനിക സന്നാഹമായിരിക്കും ഇറാനിൽ അമേരിക്കയുടേത്. ഇത്രയും വലിയ സൈനിക സന്നാഹങ്ങൾക്ക് മുന്നിലും പതറില്ല എന്ന് ഇറാൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അമേരിക്ക ഉയർത്തുന്ന ഏത് സമ്മർദ്ദത്തിന് മുന്നിലും ഇറാൻ തലകുനിക്കില്ല എന്ന് പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഏത് രാഷ്ട്രീയ സാമ്പത്തിക വെല്ലുവിളികൾക്കിടയിലും ഉറച്ചു നിൽക്കുമെന്നും ഇറാനെ ഭീഷണിപ്പെടുത്താനുള്ള ട്രംപിന്റെ ശ്രമങ്ങൾ വിലപ്പോകില്ല എന്നും ഉറപ്പിച്ചു പറഞ്ഞ പെസഷ്കിയാൻ ബാഹ്യ സമ്മർദ്ദങ്ങളെ നേരിടാനും ആഹ്വാനം നൽകിയിട്ടുണ്ട്. ആണവ കരാറിൽ എത്തിയില്ല എങ്കിൽ ഇറാൻ ഏറ്റവും മോശം കാര്യങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ട്രംപ് കഴിഞ്ഞ ദിവസവും മുന്നറിയിപ്പ് നൽകി. ഗുരുതര പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ഇറാന് മുന്നറിയിപ്പ് നൽകിയ ട്രംപ് 15 ദിവസത്തെ സാവകാശമാണ് നൽകിയിട്ടുള്ളത്. അതിനകം ആണവ കരാർ സംബന്ധിച്ച് ഡീലിന് തയ്യാറായില്ല എങ്കിൽ ഇറാന് എന്ത് സംഭവിക്കുമെന്ന് ലോകം അപ്പോൾ മനസ്സിലാക്കുമെന്നും ട്രംപ് ഭീഷണി മുഴക്കുന്നു. ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനിയെയും മകൻ മുജ്തബയെയും ഉയർന്ന ഇറാൻ മതപുരോഹിതന്മാരെയും വധിക്കാനാണ് അമേരിക്ക ലക്ഷ്യമിടുന്നത് എന്ന വാർത്തകളും കഴിഞ്ഞ ദിവസം പുറത്തു വന്നതാണ്. ഈ സമ്മർദ്ദങ്ങൾക്കിടയിലാണ് ഇറാൻ പ്രസിഡന്റ് നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളത്. ഇറാനെ ആണവായുധങ്ങൾ നിർമ്മിക്കാൻ അനുവദിക്കില്ല എന്ന് കഴിഞ്ഞ ദിവസം ആവർത്തിച്ച് തന്നെ ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇറാന്റെ കൈവശം ആണവായുധമുണ്ടായാൽ മധ്യപൂർവേഷ്യയിൽ സമാധാനം സാധ്യമാകില്ല എന്നും ആണവ ചർച്ചകളിലേക്ക് ഇറാനെ മടക്കിക്കൊണ്ടുവന്നത് ജൂണിലെ മിഡ്നൈറ്റ് ഹാമർ ആക്രമണമായിരുന്നുവെന്നുമാണ് ട്രംപ് പറയുന്നത്. ട്രംപിന്റെ പ്രസ്താവനകൾക്ക് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പിന്തുണ നൽകി രംഗത്തെത്തിയത് അമേരിക്ക ഇസ്രായേൽ സംയുക്ത ആക്രമണമാകും നടക്കുക എന്ന സൂചന നൽകുന്നുണ്ട്. 2025 ജൂണിലും ഇരു രാജ്യങ്ങളും സംയുക്തമായാണ് ഇറാനെ ആക്രമിച്ചത്. അതിന് ഇറാനും ശക്തമായ രീതിയിൽ തിരിച്ചടിക്കുകയും ചെയ്തു. അന്ന് ഇറാന്റെ മിസൈൽ ആക്രമണത്തെ ചെറുക്കാൻ ഇസ്രായേലിനും അതിന്റെ പ്രതിരോധ സംവിധാനങ്ങൾക്കും സാധിച്ചിരുന്നില്ല. ഖത്തറിലെ US-ന്റെ അൽ ഉദൈദ് വ്യോമത്താവളവും ഇറാൻ അന്ന് ആക്രമിച്ചിരുന്നു. ഇപ്പോഴും അമേരിക്കയുടെ പടക്കപ്പലുകൾ കടലിൽ മുക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഹോർമൂസ് കടലിടുക്ക് അടച്ചിട്ട് കഴിഞ്ഞയാഴ്ച ഇറാൻ സൈനിക പരിശീലനം നടത്തുകയും ചെയ്തു. അതിന് തൊട്ടടുത്ത ദിവസം ഒമാൻ കടലിൽ ഇറാനും റഷ്യയും സംയുക്തമായും സൈനികാഭ്യാസം നടത്തിയിരുന്നു. ഇതും ആക്രമണങ്ങളെ ചെറുക്കാൻ തങ്ങൾ തയ്യാറാണ് എന്ന സൂചന ഇറാൻ നൽകുന്നതായിരുന്നു. വ്യാഴാഴ്ച ജനീവിൽ നടക്കുന്ന ചർച്ചയിൽ ഇറാൻ എന്ത് നിലപാടെടുക്കും എന്നതിനെ ആശ്രയിച്ചായിരിക്കും അമേരിക്കയുടെ സൈനിക നടപടി.